ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, മിഡിൽ ഈസ്റ്റിലെ യുദ്ധം, ഇറാനുമായിട്ടും അമേരിക്കയുമായിട്ടുമുള്ള യുദ്ധം ഇപ്പോ മറ്റു ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുകയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് ഈ യുദ്ധം വ്യാപിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ജോർദാനിലെ 35 F-15 വിമാനങ്ങൾ തകർത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതിനിടയിൽ സൗദി അറേബ്യ ഇറാഖിലേക്ക് ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിപ്പോ ഇപ്പൊ അമേരിക്ക ഇറാൻ യുദ്ധമല്ല, മറിച്ച് ഇത് അമേരിക്കയുടെ പ്രോക്സികളും ഇറാന്റെ പ്രോക്സികളും ആയിട്ടുള്ള രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം കൂടിയായി മാറിയിരിക്കുകയാണ് ഇത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനിടയിൽ ട്രംപിനെ ആശ്വസിക്കാൻ ഒരു വകയുണ്ട്. ട്രംപ് പറഞ്ഞത് കൊണ്ട് ഉള്ളതാണോ കള്ളതാണോ നമ്മൾ ഒന്ന് ഇഴകേറി പരിശോധിക്കണം. ഇപ്പോ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു കരാർ ഒപ്പിടാൻ പോകുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗസ നിലവിൽ IDF ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ് ഒഴിയാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മറ്റൊരു സ്ഥലത്ത് ആശങ്കാജനകമായിട്ടുള്ള വേറൊരു വാർത്ത വരുന്നുണ്ട്. നെതന്യാഹു ഒരു രഹസ്യ യോഗം ചേർന്നിട്ട് വെസ്റ്റ് ബാങ്കിലേക്ക് കടന്നു കയറാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഗസ പോലെയല്ല വെസ്റ്റ് ബാങ്ക്. വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നതാണ് യഥാർത്ഥ പലസ്തീൻ. ഗസ ചെറിയൊരു മുനമ്പ് മാത്രമാണ്. ഈ ഫലസ്തീൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വെസ്റ്റ് ബാങ്ക് ആണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്രായേൽ കടന്നു കയറാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ പ്രത്യാഘാതം ഏത് തരത്തിൽ വരും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോ ട്രംപിന് ഇങ്ങനെ ഒരു ആശ്വാസം ലഭിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയിൽ ഒരു സർവേ നടന്നിട്ടുണ്ട്. ഈ സർവേ പറയുന്നത് ഈ ട്രംപിന്റെ ജനപ്രീതി 33%, ഒന്നും രണ്ടും അല്ല, 33% കുറഞ്ഞിട്ടുണ്ട്. ഇറാൻ യുദ്ധത്തിൽ അമേരിക്കക്കാർക്ക് വലിയ അതൃപ്തിയുണ്ട് എന്ന് പറഞ്ഞ് ട്രംപിന് അവിടെ ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഗൾഫ് യുദ്ധം ആഫ്രിക്കയിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഈജിപ്തിലാണ് ഇറാൻ വമ്പൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈജിപ്തിൽ ഡ്രോൺ ആക്രമണത്തിൽ 2 കപ്പലുകൾ ഇറാൻ തകർത്തു എന്നുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോ ഈജിപ്തും കൂടെ ഇപ്പൊ യുദ്ധത്തിലേക്ക് വരികയാണ്. ഇപ്പൊ നമുക്കറിയാം, കുവൈറ്റിൽ വലിയ ആക്രമണം നടത്തി. കുവൈറ്റ് സ്വമേധയാ തിരിച്ചടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കുവൈറ്റിന് സൗദി പിന്തുണ കൊടുക്കുന്നുണ്ട്. കുവൈറ്റും ബഹ്റിനും ഇറാനിലേക്ക് സ്വമേധയാ തിരിച്ചടിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പൊ ഈജിപ്തും കൂടെ വരാൻ പോകുന്നത് എന്നുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് യുദ്ധം വ്യാപിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതിനെ മറ്റു രാജ്യങ്ങൾ നോക്കിക്കാണുക? കാരണം മറ്റു രാജ്യങ്ങൾ കനത്ത ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സൂചി കൊണ്ട് എടുക്കാവുന്ന ഒരു വിഷയം തൂമ്പയും കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം കൂടുതൽ രാജ്യങ്ങൾ JCBയും പറ്റുമെന്ന് തോന്നുന്നില്ല. അത് വളരെ രമ്യതയെ തീർക്കാമായിരുന്നു പലവട്ടം. ഇനി അത് എങ്ങനെ പോകുമെന്ന് അറിയില്ല. കാരണം ഇപ്പോൾ ഇത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ പെടുന്ന ഈജിപ്തിലേക്ക് ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ജോർദാനിൽ നടത്തിയ ആക്രമണത്തിൽ F-35 വിമാനങ്ങൾ തകർന്നു എന്നാണ് പറയുന്നത്. അമേരിക്ക സമ്മതിച്ചിട്ടില്ല, കുറച്ചാൾ കഴിയുമ്പോൾ സമ്മതിക്കും. പിന്നെ അമേരിക്ക അങ്ങനെ ഒരു ഗുണമുണ്ട്, കുറച്ചാൾ കഴിയുമ്പോൾ അവർ സ്ഥിരീകരിക്കാറുണ്ട് ഇങ്ങനെ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ട്. 2 സൗദി അറേബ്യ ആദ്യമായി വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു. ഇറാന്റെ മിലിഷ്യസ്, അതിനകത്ത് 20 ഷിയ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്ത ഇന്നലെ ന്യൂസ് ഇന്ത്യ മലയാളം ആ വാർത്ത നൽകുകയും ചെയ്തിരുന്നു. അത് അവര് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കുവൈറ്റും ബഹ്റിനും ഒക്കെ ഇറാന് നേരെ ആക്രമണം നടത്തുന്നു. ഇറാൻ ആകട്ടെ വലിയ രീതിയിൽ തന്നെയുള്ള ആക്രമണം ജോർദാനിലും ഈജിപ്തിലുമൊക്കെ. ഈജിപ്റ്റ് നമുക്കറിയാം, പൊതുവെ അവരങ്ങനെ ഒരു പ്രശ്നകാരികളായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അവർ മിക്കവാറും ഒക്കെ ഈ ഗസ വിഷയമൊക്കെ തീർക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ സഹായ വാഗ്ദാനമൊക്കെ ചെയ്ത് മീഡിയേറ്ററായിട്ടൊക്കെ മുമ്പ് നിന്നിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ഈ ഈജിപ്റ്റ് എന്ന് പറയുന്ന ഒരു രാജ്യം. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, കാര്യങ്ങൾ കുറച്ചുകൂടെ മറിയുന്നു എന്നുള്ളതാണ്. അതിനിടയ്ക്കാണ് ട്രംപിന്റെ പുതിയ ഉഡായിപ്പ് വരുന്നത്, ഗസയിൽ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുന്നു എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്ത കാര്യം. ഒരിക്കലും സംഭവിക്കാൻ സാധ്യത. അതാണ് നെതന്യാഹു പറയുന്നത്. ഈ ഒരു സറണ്ടർ എന്ന് പറയുന്നത് അംഗീകരിക്കാനേ കഴിയില്ല. കാരണം അതൊരു ഒരു നാടകം മാത്രമായിട്ടേ വരൂ. കാരണം ഹമാസ് ഗസയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഘടനയല്ല. അത് തുർക്കിയിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്, വിവിധ രാജ്യങ്ങളിലായിട്ട് പടർന്നു പന്തലിച്ചടക്കുന്ന ഒരു ഭീകര സംഘടന അവിടെ ഒരു നാടകം കളിച്ച് കുറെ തോക്കുകൾ കൊണ്ടുവച്ച് കീഴടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറേ അല്ല. ഇസ്രായേൽ പറയുന്നത് ഇതിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നത്. ട്രംപിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ട്രംപിന് ഇപ്പൊ ഇമേജ് ബിൽഡപ്പ് ചെയ്തെടുക്കണം. കാരണം ഇപ്പൊ ഇലക്ഷൻ വരികയാണ്, നവംബറിൽ അവരുടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ അദ്ദേഹം എവിടെങ്കിലും ഒരു സമാധാനത്തിന്റെ വെള്ളരിപ്രവാഹം കൂടെ ആകണമല്ലോ. ഒരു നേട്ടം എന്ന് പറയുന്ന സാധനം കാണും. ഇതിനിടെ മറ്റൊരു വാർത്ത വരുന്നു. ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ 6 കമ്പനികൾക്ക് US ഉപരോധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ 6 കമ്പനികൾ ചെയ്ത കുറ്റം എന്തെന്ന് വെച്ചാൽ ഇറാന്റെ ഔദ്യോഗിക എയർലൈൻസിനെ സഹായിച്ച, സാമ്പത്തികമായും ലോജിസ്റ്റിക് പരമായും ഒക്കെ സഹായിച്ച ഇന്ത്യൻ കമ്പനികളെയും ചൈനീസ് കമ്പനികളെയും റഷ്യൻ കമ്പനികളെയുമാണ് ഇപ്പോൾ ഉപരോധത്തിന്റെ പട്ടികയിൽ ട്രംപ് പെടുത്തിയിരിക്കുന്നത്. അതാണ് അവിടുന്ന് വരുന്നത്. അതായത് നമ്മൾ ഇറാനെ സഹായിച്ചു ഈ യുദ്ധത്തിൽ.
അത് IRGCയുടെ സൈനികരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ സഹായിച്ചു. കുറ്റങ്ങൾ ഇതൊക്കെയാണ്. ഈ കമ്പനികൾ സഹായിച്ചിട്ടുണ്ട്, പണം നൽകിയിട്ടുണ്ട്, ഡ്രോണുകളും മറ്റും എത്തിച്ചു നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ചൈനയുടെ കമ്പനികളാണ് കൂടുതലുള്ളത്, ഇന്ത്യയുടെ ഒരു കമ്പനി മാത്രമേ ഉള്ളൂ, സ്കീം ലോജിസ്റ്റിക് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ കമ്പനിയാണ്. ബാക്കി 2 ചൈനയുടെയാണ്. റഷ്യയുടെ ഒരു ഓട്ടോമാറ്റിക്കൽ റഷ്യ വരുമല്ലോ. അപ്പൊ അതിൽ ഇന്ത്യൻ കമ്പനി വന്നു എന്നുള്ളതാണ് വലിയ ഉപരോധം പ്രഖ്യാപിച്ചു. അപ്പൊ ട്രംപ് ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള ഉപരോധങ്ങളും താരിഫ്, ഇതിന്റെ ഇടയിൽ പുള്ളി റെസ്റ്റ് കിട്ടുന്ന സമയത്തൊക്കെ താരിഫും ചുമത്തുന്നുണ്ട്. കാനഡയ്ക്ക് താരിഫ് കൊടുക്കുന്നു, ഇന്ത്യക്ക് താരിഫ് കൊടുക്കുന്നു, ചൈനയ്ക്ക് താരിഫ് കൊടുക്കുന്നു. അതിന്റെ ഒരു വഴിക്ക് വേറെ പോകുന്നുണ്ട്. പുള്ളി അങ്ങനെ ഫുള്ള് ഒരു എന്താണ് പറയുന്നത്, ഒരു കിളിപോയ കണക്കുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് സെലൻസ്കി കരയുന്നുണ്ട്, പേട്രിയോറ്റ് മിസൈലുകൾ തീർന്നു തുടങ്ങിയിരിക്കുന്നു, പ്രതിരോധ സംവിധാനം കൂടുതൽ അമേരിക്ക എത്തിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ട്രംപ് അത് എത്തിക്കില്ല എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. കാരണം എനിക്ക് തോന്നുന്നു അവർക്കും വലിയ ഷോർട്ടേജ് ഉണ്ട് ഇപ്പം ഈ പറയുന്ന ഇറാനുമായിട്ടുള്ള അടിയിൽ. ഇപ്പൊ ഏതായാലും യുദ്ധം, എനിക്ക് ഇപ്പോഴും ഓർമ്മ, ധനുഷ് മുമ്പ് പറയുന്ന ഒരു ഡയലോഗാണ്, ഒരു യുദ്ധം തീർക്കാൻ വന്നവനാണിത്. ഇസ്രായേൽ ഗസ യുദ്ധം തീർക്കാൻ വന്ന ഒരു മനുഷ്യനാണ് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. ഇന്ന് ലോകത്ത് തൊടുന്നിടത്തെല്ലാം യുദ്ധമാണ്. അതാണ് അവസ്ഥ. പേരെടുക്കാൻ വന്നവൻ ഇരട്ട പറ്റുമെന്ന് കേട്ടാണ് കായിപ്പോയി. അതേപോലത്തെ അവസ്ഥയായിപ്പോയി ഈ ഇപ്പൊ ചെയ്യുന്ന ഒരു യുദ്ധം തീർക്കാൻ വന്നതാണ്. അപ്പൊ ഇതാണ് ലോകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അവസ്ഥ. ഏതായാലും മിഡിൽ ഈസ്റ്റ് കുറച്ചുകൂടെ സംഘർഷഭരിതമാകുന്നു എന്ന് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് GCC രാജ്യങ്ങൾ അവരാദ്യമായിട്ട് തിരിച്ചടിക്കാൻ ഒരുങ്ങുന്നു. കാരണം അവർ അങ്ങനെ കുറച്ച് നാളായിട്ട് അവർ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിരിക്കുന്ന കുവൈറ്റ് ഇറാഖ് വാർ, ഇറാൻ ഇറാഖ് വാറൊക്കെ നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് GCC രാജ്യങ്ങൾ, ഈ കുവൈറ്റ് ആയാലും ബഹ്റിനായാലും UAE, സൗദിയൊക്കെ അവർ യുദ്ധത്തിന്റെ മുന്നണിയിലേക്ക് എത്തുന്നു. കാരണം സൗദിക്ക് നിരന്തരം ആക്രമണം, കഴിഞ്ഞ 72 മണിക്കൂറിനിടയിൽ അവരുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ, അവരുടെ പ്രധാനപ്പെട്ട എണ്ണ ശുദ്ധീകരണ ശാലകളും അവരുടെ എയർപോർട്ടുകൾക്കും നേരെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 2 സ്ഥലത്തു നിന്നാണ് അവർ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒന്നും ഇറാഖിന്റെ പ്രവിശ്യയിൽ നിന്നും, മറ്റൊന്ന് യമനിന്റെ പ്രവിശ്യയിൽ നിന്നും ഹൂത്തികളും. ഈ ഇറാഖിലുമുണ്ട് ഇറാന്റെ മിലീഷ്യസ്. കാരണം എല്ലായിടത്തും പ്രോക്സികളുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ഇവിടുന്നാണ് ഈ അടി വരുന്നത്, അത് സൗദിക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സൗദി ഇപ്പോൾ അവർ നേരിട്ട് ഇറങ്ങിയിരിക്കുന്നു തിരിച്ചടിക്കാനായിട്ട്, മറ്റവരും തിരിച്ചടിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. അതായത് ഈ അടുത്ത കാലത്തൊന്നും ഇത് സമാധാനത്തിലേക്ക് തീരും എന്ന് തോന്നുന്നില്ല. ട്രംപ് ആണെങ്കിൽ എല്ലാ ദിവസവും പറയുന്നുണ്ട്, ഒടുക്കത്തെ അടി ഞാനിപ്പോൾ അടിക്കാൻ പോകുന്നു, അടുത്ത അടിയോടുകൂടി കംപ്ലീറ്റ് എല്ലാം തീരും എന്ന് പറയുന്നു എന്നുള്ളത് മാത്രമാണ്. കാരണം ട്രംപായിട്ട് തന്നെയാണ് വെടിനിർത്തലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും ഇല്ലായിരുന്നു. സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. ഈ യുദ്ധം സ്റ്റോപ്പ് ചെയ്ത് വെക്കുമ്പോൾ 2 അർത്ഥങ്ങളുണ്ട്. ഒന്നെങ്കിൽ സമാധാനത്തിന്റെ എന്തെങ്കിലും ഡയലോഗ്സ് അവിടെ നടക്കുന്നുണ്ടാകാം, അതല്ലെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടെ സജ്ജമാകാൻ വേണ്ടിയിട്ടും ആകാം. ഏതായാലും ഈ യുദ്ധം തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പറഞ്ഞു, ഇറാൻ നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയ മീനല്ല. ഇപ്പൊ മഡൂറോയെ പിടിച്ച കണക്കോ വെനുസലയെ വരട്ട് കണക്കോ ഇവിടെ നടക്കില്ല കേസ്. കാരണം നീണ്ടു പോവുക തന്നെ ചെയ്യും, അവന്മാർ വിറപ്പിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. കാരണം ഇവരെ സംബന്ധിച്ച് ഇപ്പൊ മുകളോട്ട് നോക്കിയാൽ ആകാശം താഴെ ഭൂമിയുള്ളൊരു മനുഷ്യരാണ്, സാമ്പത്തികമായിട്ട് മൊത്തം തകർന്നു നിൽക്കുന്നതാണ്. പിന്നെ അവർക്ക് അവരുടെ രാജ്യം സുരക്ഷിക്കുകയില്ലെങ്കിൽ അവർക്ക് ഫൈറ്റ് ചെയ്യുക എന്നല്ലാതെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അവരുടെ കൈ ഇരിക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ തന്നെയാണെന്നുള്ളത് ഇപ്പൊ ഈ യുദ്ധത്തിൽ മനസ്സിലായില്ലേ. എല്ലാവരും അവരെ കാണുന്നത്, ഈ പലരും അമേരിക്ക എന്ന് പറയുമ്പോൾ ഒരു ഭീമാകാരമായ ഒരു സാധനവും മറ്റു രാജ്യങ്ങൾ ചെറുതാണ് എന്ന് ചിന്തിക്കും. ഇവിടെയാണ് ഇവർ ഇച്ചിരുടെ കപ്പാസിറ്റിയുള്ള ഉത്തര കൊറിയ അടുത്ത് പോയാൽ എന്താകും? ഉത്തര കൊറിയയെ കുറിച്ച് നമ്മൾ ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്. അവിടെ എന്തായിരിക്കും ഏറ്റുമുട്ടാൻ പോയാലുള്ള അവസ്ഥ? എത്ര നാൾ നീണ്ടു നിൽക്കും അത്? ഉത്തര കൊറിയ ഇവർ വരുമ്പോഴത്തേനും കീഴടങ്ങുമോ? ഇല്ല. അതാണ് ഓരോ രാജ്യത്തിന്റെയും കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പൊ ഇറാന്റെ അടുത്ത് ഇപ്പൊ ഇത്രയും എത്ര നാളായി? ഫെബ്രുവരി 28 തുടങ്ങിയ വാറാണിത്. ഇടയ്ക്ക് ഒരു 13 ദിവസമോ മറ്റോ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, റെസ്റ്റ്. ഇപ്പൊ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. എത്ര മാസമായി ഇത് തുടങ്ങിയിട്ട്? ഇപ്പോഴെങ്ങാനും തീർന്നു ഇത്? ഇപ്പൊ തീരും, നാളെ തീരും, ചുരുട്ടിക്കൂട്ടും. കമേനി മരിച്ചതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. ചർച്ചയ്ക്ക് പോയപ്പോൾ ആളില്ലാത്ത അവസ്ഥ വന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ ഭരണമാറ്റം വരും, മറ്റേത് വരും, മറിച്ച് എന്തൊക്കെ കഥയായിരുന്നു. എന്തായി ഇപ്പം? ഇതേ മൊത്തത്തിൽ കുളമായിട്ട് കിടക്കുന്നു. ഇനി അവിടുന്ന് നമ്മളിൽ കൊടുക്കേണ്ട ഒരു വാർത്ത, അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം നമ്മുടെ രാജ്യത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഒന്ന്, നമ്മുടെ ആളുകൾ, നമ്മുടെ പൗരന്മാർ, 1 കോടിയിലേറെയുള്ള പൗരന്മാർ ഈ GCC കൺട്രീസിലുണ്ട്. അത് ഇസ്രായേൽ അടക്കമുള്ളിടത്തും കൂടെ ഉണ്ട്. അതുകൂടെ ചേർത്ത് നമ്മൾ പറയണമല്ലോ, യുദ്ധത്തിന്റെ കെടുതിയിൽ വരുന്നവർ. ഇപ്പൊ ഈജിപ്തിൽ അടിക്കുമ്പോഴത്തേനും അത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിച്ച പിന്നെയും ഈ 1 കോടി എന്നുള്ള എണ്ണം വർദ്ധിക്കും. ഒന്ന്. രണ്ടാമത്തെ, വലിയ ഒരു ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് പോകും. ഹോർമുസിന്റെ വഴി അടഞ്ഞു. ഇനി ആ അകത്ത് കിടക്കുന്ന 7 എണ്ണ ടാങ്കറുണ്ട്, അത് ഇപ്പുറത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഇനി അടുത്തത് ലക്ഷ്യം. അതാന്തരം ആ വഴി അടഞ്ഞു. ഇനി അൽ ബന്താബ് വഴിയുള്ള സൗദി അറേബ്യയുടെ റൂട്ടും ദവന്മാർ അടച്ചു, ഹൂത്തികൾ അടച്ചു. ഇനി എന്തായാലും ഈ ഒരു ഭാഗത്തുനിന്ന് ഈ അടുത്ത കാലത്തൊക്കെ എണ്ണ വരും. അതിന്റെ ഇടയ്ക്കാണ് ട്രംപ് പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യക്കും ചൈനയ്ക്കും താരിഫ് ചുമത്താൻ പോകുന്നു. അതിന്റെ റിപ്പോർട്ട് എല്ലാവരും തയ്യാറാക്കി വെച്ച് ചുമത്താൻ പോകുന്നു. എന്തൊരു പട്ടണമാണെന്ന് ആലോചിച്ച്. ഈ എണ്ണ ഉള്ളിടത്തൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഉള്ളിടത്തൊന്നും എണ്ണ കിട്ടിയാലല്ലേ ഇവിടെ കാര്യങ്ങൾ നടന്നു പോകത്തുള്ളൂ. അല്ലാതെ അയാളുടെ സൗകര്യത്തിന് ഇവിടെ എണ്ണ അടിച്ച് പോകാൻ പറ്റുമോ?
അതാണ് അതിനകത്തൊരു കാര്യം. അത് പിന്നെ വേറെ കാര്യം, പുള്ളി ഈ പ്രസ്താവന നടത്തുന്ന ഇന്ത്യ അത് മൈൻഡ് ചെയ്യുന്നില്ല. ബ്രസീലിനെ കൊണ്ടാണെന്ന് തോന്നുന്നു മറുപടി പറയുന്നത്. കാരണം ഈ ട്രംപും നമ്മുടെ ബ്രസീലിയൻ പ്രസിഡന്റും ഒക്കെ ഏകദേശം ഒരു കുടുംബക്കാരാണ്, ഒരു കാറ്റഗറി പെടുന്നതാണ്. ഈ തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയുന്ന കണക്കാണ്. അവിടുന്ന് ഒരു ഡയലോഗ് ഇങ്ങോട്ട് വന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് 2 പോകും. അതുകൊണ്ട് പിന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പൊക്കോളും. ഇന്ത്യ പ്രതികരിക്കാറുണ്ട്, എസ് ജയശങ്കറൊക്കെ നല്ല രീതിയിൽ പ്രതികരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു മീറ്റിംഗ്, അടിയന്തര മീറ്റിംഗ് നാളെ നടക്കുന്നുണ്ട്. അജിത് ഡോവൽ പങ്കെടുക്കുന്നുണ്ട്, രാജ്നാഥ് സിംഗ് ഉണ്ട്, പീയൂഷ് ഗോയൽ ഉണ്ട്, ഒപ്പം തന്നെ നമ്മുടെ ഈ നിർമ്മലാ സീതാരാമൻ ഉണ്ട്, പെട്രോളിയം മന്ത്രിയുണ്ട്, ഷിപ്പിംഗ് മന്ത്രാലയമുണ്ട്, ഇവരെല്ലാം ഉണ്ട്. അത് എണ്ണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മീറ്റിംഗ്. കാരണം ഇവരിപ്പം താരിഫ് ചുമത്തി കഴിഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടിലേക്ക് വരും. പല കമ്പനികളും പിന്നെ എണ്ണ എടുക്കാൻ പോകാൻ തയ്യാറാകാതെ വരും. അവിടെയുള്ള കമ്പനികൾക്കൊക്കെ ഉപരോധം ഏർപ്പെടുത്തില്ല, അതൊരു വലിയ ബുദ്ധിമുട്ടിലേക്ക് വരും. അപ്പൊ എന്താണ് ഇനി അടുത്തത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പോകുന്നു ഇതിന്റെ കാര്യങ്ങൾ. ഏതായാലും 2 ദിവസമായിട്ട് പ്രേക്ഷകർ പറയുന്നുണ്ട് ഇറാന്റെ വാർത്തകളൊന്നും ഇതിൽ കാണുന്നില്ല, നിങ്ങൾ ഇറാനെ കൈവിട്ടോ? ഞങ്ങൾ ഇറാനെ കൈവിട്ടിട്ടില്ല. ഇത് എവിടെയെങ്കിലുമൊക്കെ എത്തുന്നവരെ നിങ്ങളൊപ്പം ഞങ്ങളും ഉണ്ടാകും.